ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെച്ചാൽ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് 5 MP IR ക്യാമറയുടെയും 5 MP കളർ ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് ക്ലാരിറ്റിയിലുള്ള ഡിഫറൻസ് മാത്രമല്ല, ടെക്നിക്കലായിട്ടുള്ള കുറേ ഡിഫറൻസുകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ടെക്നിക്കൽ വീഡിയോസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ രണ്ട് ക്യാമറകളാണ് നമ്മളിന്ന് ഡെമോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നോർമൽ 5MP ക്യാമറയാണ്, ഇൻഫ്രാറെഡ് ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് DS2C16 HOT ITPFS എന്നാണ്. ITPFS എന്ന് പറയുമ്പോൾ ഓഡിയോയും കൂടെ ഇൻബിൽഡ് വരുന്ന ടൈപ്പ് ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് DS2CE10 HFT-F എന്ന് പറഞ്ഞൊരു മോഡലാട്ടോ. HFT-FS ആണെന്നുണ്ടെങ്കിൽ അത് ഓഡിയോ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ക്യാമറയിൽ ഓഡിയോ വരുന്നില്ല, പക്ഷേ ഇത് കളർ വ്യൂ ക്യാമറയാണ്, ഫുൾ ടൈം കളർ ക്യാമറയാണ്. ഇത് ഇൻഫ്രാറെഡ് ക്യാമറയാണ്. അപ്പോൾ ഈ രണ്ട് ക്യാമറകളും 5MP ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ ഡെമോ വീഡിയോ നമുക്ക് ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മളിത് കണക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോണത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന 5MP DVR തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കളർ ക്യാമറ. ഞാനിപ്പോൾ അതിൻ്റെ ലൈറ്റ് ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇതുണ്ടോ, കളർ ക്യാമറയാണ്. കളർ ക്യാമറയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പ്രകാശം, ഒരു ലൈറ്റ് എപ്പോഴും ക്യാമറയിൽ നിന്ന് വരും. ഇതാണ് നമ്മുടെ ഇൻഫ്രാറെഡ് ക്യാമറ. ഇൻഫ്രാറെഡ് ക്യാമറയിൽ നിന്ന് 2 IR ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൈഡിലോട്ട് സ്വപ്പം മാറ്റി വയ്ക്കുക, എന്നാലാണ് കാണാൻ പറ്റും. ഇതുണ്ടോ, 2 IR ലൈറ്റുകൾ ഈ ക്യാമറയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കളർ ക്യാമറയിൽ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ സാധാരണ ലൈറ്റ് തന്നെയാണ്. അപ്പോൾ രണ്ട് ക്യാമറ ഞാൻ അടുത്തടുത്തായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് രണ്ടും 5MP ക്യാമറകൾ തന്നെയാണ്. ഇതൊരു മെറ്റൽ ബോഡി വരുന്ന ക്യാമറയാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ബോഡി വരുന്ന നോർമൽ മോഡൽ ക്യാമറയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ടോർച്ചിൻ്റെയൊക്കെ ആ ഒരു ലൈറ്റ് തന്നെയാണ് ഇതിനകത്തായിട്ട് വരുന്നത്. അത്രയും വെട്ടം മാത്രമേ ഉള്ളൂ, ഒരു മൊബൈൽ ടോർച്ച് അടിക്കുന്ന വെട്ടം മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ലൈറ്റ് ഇതിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ അതർ സൈഡിൽ നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വ്യൂ നിങ്ങളൊന്ന് കാണിച്ചു തരാം. താഴെയൊക്കെ കുറച്ച് വെട്ടം കാണുന്നുണ്ട്, പക്ഷേ ആ വെട്ടമൊന്നും മുകളിലോട്ട് വരില്ല. കാരണം എന്ന് വെച്ചാൽ ക്യാമറ നമ്മുടെ നേരെ ഇരിക്കുന്നല്ലോ. അപ്പോൾ അത് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെയാണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തെ വെട്ടമൊന്നും ഇതിനകത്ത് വലിയതായിട്ട് എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഇവിടെ 2 ക്യാമറ ഞാൻ ഒരു ബോക്സിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഏതൊരു ക്യാമറയും ഒരു സാധാരണ ക്യാമറ IR ക്യാമറ എന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷനുള്ള ക്യാമറ. രാത്രിയിലുള്ള വിഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ സ്കെയിലായിരിക്കും അത് കാണുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ലൈറ്റാണ്. ഈ ഒരു ലൈറ്റ് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ കിടന്നിട്ടും ഈ ക്യാമറ കളറിലേക്ക് മാറിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറയുടെ സെൻസറിൽ അതിന് ആവശ്യത്തിനുള്ള കളറിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വെട്ടം ഈ ഒരു ക്യാമറയുടെ സെൻസറിൽ അടിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ക്യാമറ ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിലും കളറിലാകാത്തത്. ഓക്കെ, അപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മൾ ക്യാമറ വയ്ക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പറയും എന്തെങ്കിലും ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറ കളറിലേക്ക് മാറുമെന്ന് പറയും. പക്ഷേ കളറിലേക്ക് മാറണമെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള ലൈറ്റ് അടിക്കണം. ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഒരു 30 വാട്ടിൻ്റെ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമറയ്ക്ക് കളറിലേക്ക് മാറാനുള്ള പ്രകാശം അല്ല എന്നാണ് ക്യാമറ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 2MPയും 5MPയും തമ്മിലുള്ള കമ്പാരിസൺ കാണാത്തവരൊക്കെ പോയി ഒന്ന് കാണണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കളർ ക്യാമറയാണെങ്കിലും ഈ ഒരു നൈറ്റ് വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന നോർമൽ ക്യാമറയാണെങ്കിലും രണ്ടും 5MP തന്നെയാണ്. 3.6mm ലെൻസ് തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വൈഡ് ആംഗിളിലോ കാര്യങ്ങളിലോ ഒന്നും യാതൊരു മാറ്റമില്ല. ഞാൻ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കളർ ക്യാമറയുടെ വ്യൂ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കളർ ക്യാമറ. നമ്മളിപ്പോൾ ഈ കണ്ട അതേ സ്ഥലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കളർ ക്യാമറയിൽ കാണുന്നത്. കണ്ടോ, എത്രയോ ക്ലിയർ ആയിട്ടാണ് നമ്മളത് കാണുന്നത്. നോക്കി, ഇപ്പോൾ ഇവിടെ കണ്ടിരുന്ന ആ ഒരു പച്ചപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ക്യാമറയുടെ സെറ്റിങ്സോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഒരു സെറ്റിങ്സ് മാറ്റാതെ ആ ഒരു ഗ്ലോബൽ എന്നുള്ള ആ ഒരു സെറ്റിങ്സ് തന്നെയാണ് ഇപ്പോഴും നിൽക്കണം. ഇതും അതുപോലെ തന്നെയാണ്, യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ ഒരു കളർ ക്യാമറയുടെ ക്ലാരിറ്റി ഒന്നും കൂടെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഇരുട്ടായിട്ട് നിൽക്കുന്ന സ്ഥലമൊക്കെ കുറച്ചും കൂടെ തെളിച്ചാക്കുന്ന രീതിയിൽ ഞാനൊന്ന് സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഈ OSD എന്നുള്ളൊരു മെനു ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആ OSD മെനു സെലക്ട് ചെയ്യുക. ഈ ഐറിസ് പ്ലസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു ക്യാമറ നിൽക്കുന്നത് 5MP 20 ഫ്രെയിംസിലാണ്.
ഇതിൻ്റെ എക്സ്പോഷർ മോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. കണ്ടോ, എക്സ്പോഷർ മോഡ് ഗ്ലോബൽ മാറ്റി ഞാനൊന്ന് BLC ബാക്ക് ലൈറ്റ് കോമ്പൻസേഷൻ എന്നുള്ളൊരു മോഡിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ HLC എന്നുള്ള ഓപ്ഷനിൽ മാറ്റാം, പിന്നെ WDR മാറ്റാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ നേരെ ഞാൻ ആ BLC മോഡിലേക്ക് ഒന്ന് ഇടുകയാണ്, ബാക്ക് ലൈറ്റ് കോമ്പൻസേഷൻ. ആ ബാക്ക് ലൈറ്റ് കോമ്പൻസേഷൻ ഞാൻ ഇട്ട ശേഷം സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു തെളിച്ചമൊക്കെ ഈ ക്യാമറയിൽ വന്നേക്കണായിട്ട് കാണാൻ പറ്റും. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ഈ ക്യാമറ ഇപ്പോൾ നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ക്യാമറകൾ ഇനിയൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇത് ഇവിടെ ഇപ്പോൾ സൂമിങ്ങിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു നമ്പർ പ്ലേറ്റ്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചൊരു നമ്പർ പ്ലേറ്റാണ്. ഈ ഒരു നമ്പർ പ്ലേറ്റിൽ ഇതൊരു നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ ക്യാമറയൊന്നും അല്ല കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒരു ക്ലാരിറ്റി കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചെന്ന് ഉള്ളൂ, അല്ലാതെ ഇത് നമ്പർ പ്ലേറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ക്യാമറയൊന്നും അല്ല. ഇപ്പോൾ ഈ ഒരു ക്യാമറ നമ്മൾ സൂം ചെയ്ത് വെച്ച് കഴിയുമ്പോൾ മാക്സിമം സൂമിങ്ങിലാണ് ഇപ്പോൾ ഈ ക്യാമറ കിടക്കുന്നത്. ഈ നമ്പർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ ഒരു എഴുത്ത് വായിക്കാൻ പറ്റുന്നുണ്ട്, 6867. ഓക്കെ, KL67B 6867. ഈ KL67B എന്ന് എഴുതിയേക്കണം, അത്രത്തോളം ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും 67 എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. മാത്രമല്ല ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ സൂം ചെയ്ത് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഒരു ചെറിയൊരു ഗ്രെയിംസ് പോലെ ഇങ്ങനെ പിരുത്തിരിക്കുന്നുണ്ട്. കണ്ടോ, മിന്നുന്നുണ്ട് ഇവിടെ കിടന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇരുട്ട ഏരിയയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ വരുവാണെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു തൊട്ടടുത്ത് നിന്നുണ്ടായിരുന്ന ആ ഒരു പേരയാണിത്. അപ്പോൾ ആ ഒരു പേരമരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലമൊക്കെ കംപ്ലീറ്റ് ഡാർക്കായിട്ടാണ് കാണുന്നത്. കണ്ടോ, അത് മാത്രമല്ല ആ ഏരിയയൊക്കെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത് ഇവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി തീരെ കുറവാണ്. അത് മാത്രമല്ല ഇങ്ങോട്ടേക്ക് പോകുന്ന ഇൻഫ്രാറെഡ് ഇവിടെ ഈ ഒരു ഹാൻഡ് ഗ്രില്ലിലും ഈ ചെടിയിലും അതുപോലെ ഈ പേരമരത്തിൻ്റെ ഈ ഒരു ഇലയിലൊക്കെ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ ഈ ഒരു IR ക്യാമറകളുടെ എല്ലാത്തിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇൻഫ്രാറെഡ് ലൈറ്റ് എങ്ങും ബ്ലോക്ക് ആകാൻ പാടില്ല. ഇൻഫ്രാറെഡ് ലൈറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അപ്പുറത്തുള്ള വശം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതേസമയം നമ്മുടെ ആ കളർ ക്യാമറ ഒന്ന് എടുത്ത് നോക്കാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു കളർ ക്യാമറ. ഈ കളർ ക്യാമറ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു ഇതൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലം ഇതുണ്ടോ, ഇവിടെ ഒരു ജനലുണ്ട്. ഇത് കളർ ക്യാമറയിൽ നമുക്ക് ആ ജനൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഇടയിലൂടെ ഈ മരത്തിൻ്റെയൊക്കെ ഇടയിലൂടെയുള്ള ആ ഒരു സ്പേസൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, പക്ഷേ നമ്മുടെ ഈ ഒരു ജനൽ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയിൽ, ഇൻഫ്രാറെഡ് ക്യാമറയിൽ നമ്മൾ കാണുന്നേ ഇല്ല. ഇതുണ്ടോ, അങ്ങനൊരു ജനൽ അവിടെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. കാരണം ക്യാമറയുടെ വ്യൂ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേരമരത്തിൻ്റെ ഈ ഒരു ശിഖരത്തിൽ തട്ടിയിട്ട് ഇൻഫ്രാറെഡ് ഇവിടെ ബ്ലോക്ക് ആയേക്കുവാണ്. ഈ ശിഖരം അങ്ങ് വെട്ടിക്കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്പുറത്തേക്കുള്ള സ്ഥലം കാണാൻ പറ്റും, വ്യക്തമാകും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ ഒരു ഗ്രെയിൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബ്ലാക്കിൻ്റെ ആ ഒരു ഷെയ്ഡും വരണ സമയത്ത് കണ്ടോ, ഒരു ഗ്രെയിൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ഇതേ സ്ഥലം തന്നെ നമ്മൾ മറ്റേ ക്യാമറയിൽ എടുക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രെയിംസ് ഒന്നും ഇല്ല. കണ്ടോ, സ്റ്റില്ലാണ്, നല്ല ക്ലിയറായിട്ട് തന്നെ നിൽക്കുന്നത്. നമ്മൾ റിയലായിട്ട് ഈ ഒരു സ്ഥലത്ത് പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു വെട്ടമൊന്നും ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇല്ലയെന്ന് തന്നെ ഒന്നും. കാരണം അത്രയും വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാണുന്ന ഈ ഒരു ക്യാമറ ഓട്ടോമാറ്റിക് കളറിലേക്ക് മാറേണ്ടതായിരുന്നു അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക് അത് കളറിലേക്ക് മാറിയിട്ടില്ല. അതിനർത്ഥം ഇത്രയും ഒരു പ്രകാശം ഇവിടെ ഇല്ല. പക്ഷേ എന്നാലും ക്യാമറ ആ ഒരു ചെറിയ ലൈറ്റിനെ പോലും വലിയൊരു പ്രകാശമായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അത് ഭയങ്കര സെൻസിറ്റീവാണ് ഈ ഒരു കളർ ക്യാമറ എന്ന് പറഞ്ഞ പ്രകാശത്തിൽ. അപ്പോൾ ഞാൻ ആ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് ആ ക്യാമറ കാണുന്നത്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, എന്നാലും നമ്പറൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഒരു ഗ്രെയിംസ് ഇവിടെ കയറി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഏരിയയൊക്കെ കുറച്ചുകൂടെ ഇരുട്ടായതുപോലെ തോന്നുന്നുണ്ട്, അത്രയും ഒരു വ്യക്തത വരുന്നില്ല. കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് അതിപ്പോഴും നിൽക്കുന്നത്, വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച 2 ക്യാമറയുടെയും വ്യൂ കണ്ടിട്ടുള്ളവരെ എന്താണെങ്കിലും നിങ്ങൾ ക്യാമറ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കളർ ക്യാമറ മാത്രമേ എടുക്കുകയുള്ളൂ അല്ലേ. കാരണം ആ ക്യാമറയിൽ നമ്മൾ ഈ ഒരു വ്യൂ കാണുന്ന പോലെ അല്ല ഈ ഒരു വ്യൂ കാണുന്നത്, എത്രയോ ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു കളർ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ കളർ ക്യാമറയ്ക്ക് ചില ഡ്രോബാക്സ് ഉണ്ട്. അത് ഒന്നാമത്തെ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഏരിയയിലോട്ട് നോക്കുമ്പോഴത്തേക്കും
ഈ ഒരു ബിൽഡിങ് നമുക്ക് വ്യക്തമായിട്ട് ഈ ക്യാമറയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതുണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഈ സൈഡൊക്കെ കാണാം, ഈ ജനലും കാണാം. പക്ഷേ അതേസമയം ഇവിടെ ഒന്ന് നോക്കുവാണെങ്കിൽ ആ ജനൽ പോയിട്ട് ഒന്നും നമ്മൾ ആ സൈഡ് കാണുന്നില്ല, മുഴുവൻ ഇരുട്ടാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രകാശം ഉള്ളത് കൊണ്ടാണ്, അതായത് നമ്മുടെ മറ്റേ ക്യാമറയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ചെറിയൊരു പ്രകാശം ഈ ഒരു ഏരിയയിലുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. കാരണം ഇത് ഭയങ്കര സെൻസിറ്റിവിറ്റി ആണ്. ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും നല്ല സെൻസിറ്റീവാണത്. അതുകൊണ്ട് തന്നെയാണ് നല്ല വ്യക്തമായിട്ട് നമ്മളത് കാണുന്നത്. അപ്പോൾ ഒരു ലൈറ്റും ഇല്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ കളർ ക്യാമറ വെക്കാൻ പാടില്ല. അത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കളർ ക്യാമറകളിൽ നിന്ന് വരുന്നത് സാധാരണ ലൈറ്റാണ്. IR ക്യാമറകളിൽ നിന്ന് വരുന്നത് IR ലൈറ്റാണ്, അതായത് ഇൻഫ്രാറെഡ് ലൈറ്റാണ്. ഇൻഫ്രാറെഡ് ലൈറ്റിന് എപ്പോഴും പെനിട്രേഷൻ പവർ കൂടുതലാണ്. അതായത് ഇതിൽ വേണമെങ്കിലും കടന്നു പോകാനുള്ളൊരു ചാൻസ് എപ്പോഴും കൂടുതലുള്ള ഇൻഫ്രാറെഡ് ലൈറ്റാണ്. അപ്പോൾ അവിടെ ഒരു ചാൻസ് വരുന്നത് വെച്ചാൽ നല്ല ഇടി മഴയൊക്കെ ഉള്ളൊരു രാത്രി നമ്മൾ ഈ ഒരു ക്യാമറ വെച്ചേക്കുവാണെങ്കിൽ ഇതിലേത് ക്യാമറയ്ക്കായിരിക്കും കൂടുതൽ വ്യക്തത കിട്ടുന്ന ഇമേജിൽ, കൂടുതൽ ദൂരം കവർ ചെയ്യുന്ന ഏത് ക്യാമറയായിരിക്കും? അതെന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫ്രാറെഡ് ക്യാമറ ആയിരിക്കും. കാരണം ഈ ഒരു സാധാരണ നമ്മളിപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസം നമ്മൾ പുറത്തോട്ട് കുടയും ചൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മളൊരു ടോർച്ച് ആ നല്ല മഴയത്തേക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ ഒരു കളർ ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ. വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇടാതെ നിങ്ങൾ ഈ ഒരു ക്യാമറയുടെ പ്രകാശത്തിൽ മാത്രം ആ ഒരു സ്ഥലം നിങ്ങൾ നോക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും IR ലൈറ്റുള്ള ക്യാമറയായിരിക്കും കൂടുതൽ പെർഫോമൻസ് ആ ദിവസം തരുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ, അതായത് ഇൻഫ്രാറെഡ് ക്യാമറയുടെ പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 3.7 വാട്ട്സ് ആണ്. അതായത് 12 വോൾട്ട് പവറിൽ 305 മില്ലി ആംപിയറാണ് കറണ്ട് കൺസ്യൂം ചെയ്യുന്നത്. അതേസമയം നമ്മുടെ കളർ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 12 വോൾട്ട് പവറിൽ 291 മില്ലി ആംപിയറാണ് പവർ കൺസപ്ഷൻ. അതായത് 3.5 വാട്ടാണ് മാക്സിമം പവർ കൺസപ്ഷൻ വരുന്നത്. അപ്പോൾ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നത് ഒരു പൊടിക്കെങ്കിലും പവർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ക്യാമറയാണ്. നമ്മുടെ ഈ ഒരു കളർ ക്യാമറയുടെ വൈറ്റ് ലൈറ്റ് ഡിസ്റ്റൻസ്, പ്രത്യേകം ഞാൻ പറയണമെന്ന് നോക്കുക, വൈറ്റ് ലൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയണം. കാരണം ക്യാമറയിൽ നിന്ന് വരുന്നത് വൈറ്റ് ലൈറ്റ് ആണല്ലോ. അതിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണെങ്കിൽ നമ്മുടെ ഈ ഇൻഫ്രാറെഡ് ക്യാമറയുടെ IR ലൈറ്റ് ഡിസ്റ്റൻസ് വരുന്നത് 25 മീറ്ററാണ് കേട്ടോ. ഈ 25 മീറ്ററിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എല്ലാ ക്യാമറയും ബേസിക് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന 25 മീറ്ററിലാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 30 മീറ്ററിൻ്റെ വരുന്നുണ്ട്, 40 മീറ്ററിൻ്റെ വരുന്നുണ്ട്, 60 മീറ്ററിൻ്റെ ഉണ്ട്, 80 മീറ്ററിൻ്റെ ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ 80 മീറ്ററിൻ്റെ ഇൻഫ്രാറെഡ് ലൈറ്റ് വിഷൻ കിട്ടുന്ന ക്യാമറ ഞാൻ എടുത്ത് നോക്കിയിട്ട് ഇവർ ഈ പറയുന്നത് വെച്ചാൽ 80 മീറ്റർ ദൂരം ഇൻഫ്രാറെഡിന് പോകാൻ പറ്റുമെന്നാണ്. ഇൻഫ്രാറെഡ് ലൈറ്റിന് 80 മീറ്റർ ദൂരം പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലത്തെ ഒരു പേരമരത്തിൻ്റെ ഇല നിന്ന് കഴിഞ്ഞാൽ അതോടെ ഇൻഫ്രാറെഡ് ലൈറ്റ് അവിടെ ബ്ലോക്കായി. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഇതുപോലെ കറുത്തിരിക്കും. അപ്പോൾ അതിനകത്ത് വലിയൊരു കാര്യമില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ 80 മീറ്റർ ഇൻഫ്രാറെഡ് ലൈറ്റ് കിട്ടുന്ന ക്യാമറകളുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് ആ ഒരു ലൈറ്റിന് ഹൈ പവർ ബീമാണ് വരുന്നത്. ഒരു 4 ഇൻഫ്രാറെഡ് LED അതിൻ്റെ ചുറ്റിനും ക്യാമറയ്ക്ക് ചുറ്റും നിൽക്കുന്ന നല്ല ഹൈ പവർ LED. ആ ഒരു ഇൻഫ്രാറെഡ് ലൈറ്റ് ഇങ്ങനെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മളൊരു ടോർച്ച്, നല്ല ഹൈ പവർ ടോർച്ച് അടിക്കുന്ന പോലെയാണ്. അത് എവിടെയെങ്കിലും പോയി തട്ടി തിരിച്ചു വരുന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതിനടുത്ത് നിൽക്കണ ഒരു സാധനവും കാണാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് അതിൻ്റെ വെട്ടം വരുന്നത്. അപ്പം ഞാൻ ആ ഒരു ഇൻഫ്രാറെഡ് ലൈറ്റ് 80 മീറ്റർ കിട്ടുന്ന ക്യാമറയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്യാമറയൊന്നും വെച്ചുകൊണ്ട് ഒരു പ്രയോജനം എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നമുക്ക് അത്രയും ദൂരമൊക്കെ കിട്ടുന്ന ക്യാമറകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻഫ്രാറെഡ് ലൈറ്റിൻ്റെ ബീം ലൈറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് സ്മാർട്ട് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ ഉണ്ട്. നമുക്ക് അതുപോലത്തെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫോമൻസ് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു 80 മീറ്റർ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ കിട്ടുന്ന ക്യാമറയെ പറ്റി ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളിപ്പോൾ വെച്ചിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ എനിക്കതൊട്ടും അത്രയും ഒരു നന്നായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ 80 മീറ്റർ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് 80 മീറ്റർ കിട്ടുന്ന ക്യാമറ. അങ്ങനെ പറയുമ്പോൾ ഒരു സെയിൽസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് കറക്റ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്കത് 80 മീറ്ററിൻ്റെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത് മേടിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ നോക്കുമ്പോഴത്തേക്കും എനിക്ക് അത്രത്തോളം ഒരു എഫക്റ്റീവായിട്ട് അത് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്ന വെട്ടം ഒരു 10 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ ഫേസൊക്കെ അങ്ങോട്ട് വെളുത്ത് നിൽക്കും. കാരണം അത് നമ്മുടെ മുഖത്തടിച്ചിട്ട് തിരിച്ച് ക്യാമറയിലേക്ക് വരുന്ന വെട്ടത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെയാണ്. അതേസമയം ഈ ഒരു ക്യാമറയാണെന്നുണ്ടെങ്കിൽ ഇത് 25 മീറ്റർ കിട്ടുന്ന ഈ ഒരു ക്യാമറയിൽ നമ്മളിപ്പോൾ ഒരാളവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രം ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല.
ഞാനിപ്പോൾ അവിടെ ഒരു 7 മീറ്റർ ദൂരത്ത്, ഇപ്പോൾ നമ്മുടെ ആ ഒരു ചെടിച്ചട്ടി ഇരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരു 7 മീറ്റർ ദൂരം ഞാൻ നിന്നൊന്ന് കാണിച്ചു തരാം. കാരണം ഈ ഒരു മോഡലിൽ വരുന്ന എല്ലാ ക്യാമറകളും ഒരു 7 മീറ്ററൊക്കെയാണ് കമ്പനി പറയുന്നത്. 10 മീറ്ററിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. 10 മീറ്ററിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയി 25 മീറ്ററോ 20 മീറ്ററൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ മനുഷ്യനാണോ മൃഗമാണോ എന്ന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഇതുപോലുള്ളൊരു സ്ഥലത്തൊക്കെ എന്നാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇത് വെച്ചിട്ടില്ലേ, ആ ഒരു നമ്പർ വെച്ചേക്കണത് 12 മീറ്റർ ദൂരത്താണ്. ആ 12 മീറ്റർ ദൂരത്തൊക്കെ നിൽക്കുമ്പോൾ എന്താണെങ്കിലും ആൾക്കാരൊക്കെ നമുക്ക് ആളാണെന്ന് മനസ്സിലാവും. ഇപ്പം ഞാനൊരു 7 മീറ്റർ ദൂരെ നിന്ന് പോയി നിന്ന് കാണിച്ചു തരാം 2 ക്യാമറയിലും. അപ്പോൾ ഞാനിനി ഈ ഒരു കളർ ക്യാമറയുടെ ഫ്രണ്ടിലും ഒരു 7 മീറ്ററും 5 മീറ്ററും ഡിസ്റ്റൻസിൽ നിൽക്കാം. നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഒരു വെച്ചിരിക്കുന്ന ക്യാമറയിൽ ആ ഒരു പാസേജ് ശരിക്കും പറഞ്ഞാൽ ഇരുട്ടായിട്ടാണ് നിൽക്കുന്നത്. അവിടെ വെട്ടമൊന്നുമില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല വെട്ടം അടിക്കുന്നുണ്ട്. വെട്ടം അടിക്കുന്നത് വെച്ചാൽ ഭയങ്കര വെട്ടമൊന്നുമല്ല, ചെറിയൊരു പ്രകാശം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ആ നടുക്കുള്ള സ്ഥലത്ത് പ്രകാശം തീരെ കുറവാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ക്യാമറ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നോക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ, അതായത് ഇൻഫ്രാറെഡ് ക്യാമറയ്ക്ക് യാതൊരു ലൈറ്റും ഇല്ലെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും, കാരണം അത് ഗ്രേ സ്കെയിലായിരിക്കും കാണുന്നത്. പക്ഷേ ഈ കളർ ക്യാമറേനെ സംബന്ധിച്ച് അവിടെ ചെറിയ ലൈറ്റൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ടെങ്കിലും ലൈറ്റ് ഇല്ലാത്ത ഏരിയയിൽ ഭയങ്കര മോശം പെർഫോമൻസാണ് ക്യാമറ തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കളർ ക്യാമറ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രകാശം ഉള്ളിടത്ത് മാത്രമേ നമ്മൾ ഈ കളർ ക്യാമറ കൊണ്ട് വയ്ക്കാവുള്ളൂ. കൂരിരുട്ടത്ത് ഈ കളർ ക്യാമറയുടെ പെർഫോമൻസ് വളരെ മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ കളർ ക്യാമറ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഞാനെപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ, വീടിൻ്റെ ഫ്രണ്ടിലും വീടിൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും എന്തെങ്കിലും ഒരു ലൈറ്റൊക്കെ കിടപ്പുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കളർ ക്യാമറ വയ്ക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. നമ്മൾ കൂരിരുട്ടായിട്ടുള്ള ഏരിയാസിലൊക്കെ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതൊരു നല്ല IR ക്യാമറ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ 2 ക്യാമറയുടെയും വീഡിയോ ക്വാളിറ്റി മനസ്സിലാക്കി തന്നു. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ക്യാമറ, അത് ഏതാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.